ശ്രദ്ധിക്കുക, ഇവിടെ പറയുന്നത് പ്ലേസ് ദി എംഫാറ്റിക് വേർഡ്സ് ഓഫ് എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിൽ ഏറ്റവും എംഫസിസിന് വേണ്ടി ഉപയോഗിക്കുന്ന വേർഡ്സ്, അതായത് ശക്തിവത്താക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡ്സ്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള പ്രാധാന്യമുള്ള വേർഡ് ഒരു സെൻറ്റൻസിലെ വേർഡിനെ അറ്റ് ദി എൻഡ്, അതിൻ്റെ അവസാനത്തിൽ കൊണ്ടുവയ്ക്കണം എന്നാണ്. ഓക്കെ, ഇതൊരു ജനറൽ റൂളാണ്. നോക്കുക, ദ പ്രോപ്പർ പ്ലേസ് ഫോർ ദ വേർഡ് ഓർ എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ദ റൈറ്റർ ഡിസയേഴ്സ്. റൈറ്റർ ഉദ്ദേശിക്കുന്നത് ടു മേക്ക് മോസ്റ്റ് പ്രൊമിനൻറ്റ്, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടണമെന്ന് ഉദ്ദേശിക്കുന്ന ആ വേർഡ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, അതെപ്പോഴും സെൻറ്റൻസിൻ്റെ അവസാനം കൊണ്ട് വെച്ചാലാണ് അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുക. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തത്, ഹ്യൂമാനിറ്റി ഹാസ് ഹാർഡ്ലി അഡ്വാൻസ്ഡ് ഇൻ ഫോർട്ടിറ്റ്യൂഡ്. ക്ഷമിക്കുന്ന കാര്യത്തിൽ മാനവരാശി ഹാസ് ഹാർഡ്ലി അഡ്വാൻസ്ഡ്, തീരെ മുന്നോട്ട് ഗമിച്ചിട്ടില്ല, അതായത് തീരെ മാറിയിട്ടില്ല. സിൻസ് ദാറ്റ് ടൈം, തുടക്കകാലം മുതൽ തന്നെ, ദോ ഇറ്റ് ഹാസ് അഡ്വാൻസ്ഡ്, അത് പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഇൻ മെനി അതർ വേസ്, വേറെ പല കാര്യങ്ങളിലും പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ക്ഷമിക്കുന്ന വിഷയത്തിൽ തീരെ പുരോഗതി പ്രാപിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഈ സെൻറ്റൻസിലെ ഹ്യൂമാനിറ്റി ഹാസ് ഹാർഡ്ലി അഡ്വാൻസ്ഡ് ഇൻ ഫോർട്ടിറ്റ്യൂഡ് എന്നാണ്. ഓക്കെ, അതായത് ഹ്യൂമാനിറ്റി ക്ഷമിക്കുന്ന വിഷയത്തിൽ തീരെ പുരോഗമിച്ചിട്ടില്ല എന്നാണ്. അത് ഇപ്പോഴും മനുഷ്യൻ്റെ സ്വഭാവം എപ്പോഴും ഒരു അക്ഷമയാണ്. അപ്പോൾ അതിനെ മാറ്റി, അപ്പോൾ ഇത് ആദ്യത്തിലായിരുന്നു പറഞ്ഞിരുന്നത്, എന്നിട്ട് പിന്നീട് ദോ ഇറ്റ് ഹാസ് അഡ്വാൻസ്ഡ് എന്നും പറഞ്ഞ് വേറെ പല കാര്യങ്ങളിലും പുരോഗതി പ്രാപിച്ചിട്ടുണ്ടെങ്കിലും ഈ വിഷയത്തിൽ പുരോഗതി പ്രാപിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനെ നേരെ തിരിച്ച് എന്ത് ചെയ്ത്, ഹ്യൂമാനിറ്റി, മാനവരാശി, സിൻസ് ദാറ്റ് ടൈം, അക്കാലം മുതൽക്ക്, ഹാസ് അഡ്വാൻസ്ഡ് പുരോഗതി പ്രാപിച്ചിട്ടുണ്ട് ഇൻ മെനി അതർ വേസ്, വേറെ പല കാര്യങ്ങളിലും, വിഷയങ്ങളിലും. പക്ഷേ ഇറ്റ് ഹാസ് ഹാർഡ്ലി അഡ്വാൻസ്ഡ്, അത് തീരെ പുരോഗമിച്ചിട്ടില്ല ഇൻ ഫോർട്ടിറ്റ്യൂഡ്, ക്ഷമിക്കുന്ന കാര്യത്തിൽ. അപ്പോൾ എന്ത് ചെയ്ത്, ഹ്യൂമാനിറ്റി, ഈ ഇറ്റ് എന്നുള്ള പ്രോണൗൺ മടങ്ങുന്നത് ഹ്യൂമാനിറ്റിയിലേക്കാണ്. പിന്നെ തീരെ അഡ്വാൻസ് ആയിട്ടില്ല ഇൻ ഫോർട്ടിറ്റ്യൂഡ് എന്നുള്ള ആ വിഷയം ഏറ്റവും എംഫസിസ് കൂടിയ കാര്യമാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സെൻറ്റൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഇതിൻ്റെ ആശയം. ഓക്കെ, ഹ്യൂമാനിറ്റി ഫോർട്ടിറ്റ്യൂഡിൽ അഡ്വാൻസ് ആയിട്ടില്ല. അപ്പോൾ ആ കാര്യം എന്ത് ചെയ്ത് ഏറ്റവും അവസാനം കൊണ്ടുവച്ചപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുക. ഈ രണ്ട് സെൻറ്റൻസും വായിച്ച് പരസ്പരം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, താരതമ്യപ്പെടുത്തുമ്പോൾ തന്നെ ഈ വ്യത്യാസം മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ദിസ് സ്റ്റീൽ, ഈ സ്റ്റീൽ എന്ന് പറയുന്ന അലോഹം, ഈസ് പ്രിൻസിപ്പലി യൂസ്ഡ്, അത് പ്രധാനമായും ഉപയോഗിക്കപ്പെടുന്നത് ഫോർ മേക്കിംഗ് റേസേഴ്സ്. എന്തിനു വേണ്ടി? റേസേഴ്സ് എന്ന് പറഞ്ഞാൽ ഷേവിങ് ബ്ലേഡ് ഇല്ലേ, അതാണ്. അതിനെ ഉണ്ടാക്കാൻ വേണ്ടി, നിർമ്മിക്കാൻ വേണ്ടിയാണ് പ്രധാനമായും ഈ സ്റ്റീൽ ഉപയോഗിക്കപ്പെടുന്നത്. എന്ത് കാരണം കൊണ്ട്? ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹാർഡ്നെസ്, അതിൻ്റെ ഹാർഡ്നെസ് കാരണം, അതിൻ്റെ ഉറപ്പ് കാരണമാണ് അങ്ങനെ അത് ഉപയോഗിക്കപ്പെടുന്നത്. പെട്ടെന്ന് പൊട്ടിപ്പോവില്ല, അത് കാരണം. അപ്പം മെയിനായിട്ട് ഇവിടെ ഒരു റൈറ്റർ ഉദ്ദേശിച്ച ആശയം, ശ്രദ്ധിക്കപ്പെടണമെന്ന് ഉദ്ദേശിച്ച ആശയം, അതിൻ്റെ ഹാർഡ്നെസ് എന്ത് കാരണമാണ് അത് പ്രധാനം ഉപയോഗിക്കുന്നതെന്നല്ല, നേരെ മറിച്ച് ഈ സ്റ്റീൽ പ്രധാനമായി ഉപയോഗിക്കപ്പെടുന്നത് റേസേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി എന്നാണ് റൈറ്റർ എംഫസിസ് കൊടുക്കേണ്ടിയിരുന്നത്. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്ത്, ഈ ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹാർഡ്നെസ് എന്നുള്ളതിനെ മുന്തിച്ച് പറഞ്ഞു. ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹാർഡ്നെസ്, അതിൻ്റെ ഉറപ്പ് കാരണമായി, ദിസ് സ്റ്റീൽ, ഈ സ്റ്റീൽ ഇസ് പ്രിൻസിപ്പലി യൂസ്ഡ്, അത് പ്രധാനമായും ഉപയോഗിക്കപ്പെടുന്നത് ഇൻ മേക്കിംഗ് റേസേഴ്സ് ഉണ്ടാക്കുന്നതിലാണ്, നിർമ്മിക്കുന്നതിലാണ് അത് പ്രധാനമായും ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ ആ കാര്യമാണ്, ഈ സ്റ്റീൽ പ്രധാനമായും റേസേഴ്സ് ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം ആണ് പ്രൈമറി, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതെന്ത് കാരണം കൊണ്ടാണ് അങ്ങനെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് സെക്കൻഡറി ആണ്. അതുപോലെ തന്നെയാണ് മേലെയും. ഹ്യൂമാനിറ്റി വേറെ പല കാര്യങ്ങളിലും അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് എന്ന കാര്യം സെക്കൻഡറി ആണ്. അത് ഫോർട്ടിറ്റ്യൂഡിൽ അഡ്വാൻസ് ആയിട്ടില്ല എന്ന കാര്യമാണ് ഏറ്റവും പ്രൈമറി. ഇപ്പോൾ പ്രൈമറി ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തെ അവസാനം പറഞ്ഞ് സെക്കൻഡറി ആയിട്ടുള്ള കാര്യം ആദ്യം പറയുമ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞതാണ്
കൂടുതൽ ഓർമ്മയിൽ നിൽക്കാനും ശക്തിവത്തായി ശ്രദ്ധിക്കണം.